അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ മലബാരി വ്ളോഗ് ബൈ യൂസഫ് 2 എന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യണം. കാരണം എൻ്റെ മലബാരി വ്ളോഗ് ബൈ യൂസഫ് എന്ന ചാനൽ വീണുപോയി. അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയ ചാനലിന് ഊർജം നൽകി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ പറയുന്നത് യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. യഥാർത്ഥത്തിൽ ബൈഡൻ്റെ കുശാഗ്ര ബുദ്ധി അതികഠിനമായിരിക്കെയാണ് യഥാർത്ഥത്തിൽ ബ്ലിങ്കനെ പറഞ്ഞയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് എന്നാണ് കേൾക്കുന്നത്. എന്തിനു വേണ്ടി? ലെബനാനുമായി ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ US. യഥാർത്ഥത്തിൽ ആ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ബ്ലിങ്കനെ ഇസ്രായേലിലേക്ക് വിട്ടിരിക്കുകയാണ്. അടുത്തു തന്നെ താൻ തന്നെ നേരിട്ട് വരുമെന്ന ഒരു ശുഭവാർത്തയും നെതന്യാഹുവിന് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടി? പാവപ്പെട്ട നിരപരാധികളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം. വേറെ യുദ്ധം കൊണ്ട് എന്തു ലാഭമാണുള്ളത്? ഇപ്പോൾ തന്നെ നഷ്ടം ഏറെ സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇസ്രായേൽ. നാം എപ്പോഴും പറയുന്നത് പോലെ നാം ഓടിപ്പിക്കുന്നവനും നമ്മളും സമമാകും. നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഥവാ അയൽവാസിയോട് നല്ല ബന്ധം പുലർത്താൻ, അതാണ് യഥാർത്ഥത്തിൽ നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത്. നല്ല അയൽവാസിയായിട്ട് നിലനിൽക്കുവാൻ വേണ്ടി മനുഷ്യരോട് യേശു കൽപ്പിച്ചതായിട്ട് പറയുന്ന സത്യം ആണയിട്ട് സത്യം ചെയ്യുന്ന ബൈബിളിൻ്റെ ഉടമയായ ബൈബിളിൻ്റെ വിശ്വാസിയായിട്ടുള്ള ഈ കിളവനായ ബൈഡൻ, ആ ബൈഡൻ തന്നെയാണ് തൻ്റെ അയൽവാസിയെ വെറുക്കാനും അവനെ ഇല്ലാതാക്കുവാനും മറ്റൊരു വിഭാഗത്തോട് എന്ന് പറഞ്ഞാൽ തങ്ങൾ പരസ്പരം ശത്രുതയിലായി കഴിഞ്ഞിട്ടുള്ള, യാതൊരു തരത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ഈ ചങ്ങാത്തമല്ലാതെ മതപരമായി വളരെയേറെ ശത്രുതയുള്ള, നമുക്കറിയാം യേശുവിനെ ഉന്മൂലനം ചെയ്തു അഥവാ കൊന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ജൂതന്മാരാണ്. വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ഖതൽനൽ മസീഹ ഈസബ്നു മറിയം റസൂലുള്ളാഹി വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഒരു മനുഷ്യനെ അഥവാ ഒരു ഉത്കൃഷ്ടനായ വ്യക്തിയെ കൊന്നത് ഒരു മഹത്വമാണെന്ന് ഉദ്ഘോഷിച്ച വ്യക്തികളായിരുന്നു യഥാർത്ഥത്തിൽ ജൂതന്മാർ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അമ്മ യഥാർത്ഥത്തിൽ ഒരു വ്യഭിചാരിയാണെന്ന് വിശ്വസിച്ചവരാണ് ജൂതന്മാർ. അങ്ങനെ എല്ലാ നിലക്കും ക്രിസ്ത്യാനിറ്റിയോട് വളരെ ശത്രുതയും വെറുപ്പും പുലർത്തുന്നവരും മതപരമായി വലിയ വിലക്കുള്ളവരുമാണ് യഥാർത്ഥത്തിൽ ഈ ജൂത ക്രിസ്തീയ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെറും നൈമിഷിക താല്പര്യം മാത്രം, തങ്ങളുടെ താൽക്കാലിക ലക്ഷ്യം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും ഇവർക്ക് മതപരമായിട്ട് യോജിക്കാൻ കഴിയില്ല, സന്ധിയാവാൻ കഴിയില്ല. മറിച്ച് മതപരമായിട്ട് അവർക്ക് യോജിക്കാൻ കഴിയുന്നത് മുസ്ലിമീങ്ങളോടാണ്. എന്നിട്ട് പോലും ഈ ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നോക്കണം, ഇവർ ഒന്നിച്ച് ഇപ്പോൾ കൈപിടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അന്യായമായിട്ട് ഈ പാവപ്പെട്ട ഫലസ്തീനികളെ ആട്ടി ഓടിക്കാൻ, വേറെ ഒരു ലക്ഷ്യത്തിനുമല്ല. നല്ല ജൈവസമ്പത്തുള്ള, കൃഷി സമ്പത്തുള്ള, നല്ല അയിരുള്ള, ഫലഭൂയിഷ്ടമായ ആ മണ്ണ് സ്വന്തമാക്കി എടുക്കണം. അതിനുവേണ്ടി ഈ US ഈ നെതന്യാഹുവിന് എല്ലാവിധ മെയ്ക്കരുത്തും കൈക്കരുത്തും ആയുധക്കരുത്തും നൽകി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പാഠം പഠിച്ചിരിക്കുന്നു, എന്നിട്ടും പഠിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. മനുഷ്യർ കിളവന്മാരാണ് രണ്ടുപേരും. നെതന്യാഹുവും ബൈഡനും അതികിളവന്മാരാണ്. ആ കിളവന്മാർക്ക് മാനുഷികമായ മൂല്യങ്ങൾ ഏറെ ഉണ്ടാവേണ്ട ഒരു പ്രായമാണ്. മാത്രമല്ല കാര്യങ്ങൾ പക്വതയോടെ പെരുമാറേണ്ടവരാണ്. പക്ഷേ അവരെ സംബന്ധിച്ചാലോ ഇപ്പോൾ ക്രിമിനൽ വാസന ശക്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു മാനുഷികതയുമില്ല. ഗസയിലെയും ഫലസ്തീനിലെയും എന്താ പറയുക, നിരായുധരായ നിരപരാധികളായ കുഞ്ഞുങ്ങളെ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് അരുത് എന്ന് പറയേണ്ട സമാധാനവാദികളായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നത്. ആലോചിച്ച് നോക്കണം. പക്ഷേ യുദ്ധക്കൊതിയന്മാരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ യുദ്ധക്കൊതിയന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ അമേരിക്ക ഇടം നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൺസർവേറ്റീവ് പാർട്ടി ഇവിടെ തലവനായിട്ട് യഥാർത്ഥത്തിൽ വിൻസ്റ്റൺ ചർച്ചിലാണ് ആ യുദ്ധം നടത്തി വിജയിച്ചത്. എന്നിട്ട് പോലും ബ്രിട്ടീഷ് പാർലമെന്റിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ക്രൂരനായ സൈനികനെ നമുക്ക് വേണം, പക്ഷേ നമുക്ക് ക്രൂരനായ ഒരു ഭരണാധികാരിയെയല്ല. മറിച്ച് സമാധാനകാംക്ഷിയായ ഒരു ഭരണാധികാരിയെയാണ് വേണ്ടത് എന്നാണ്
ലോകത്ത് തന്നെയുള്ള തത്വം അത് തന്നെയാണ് അമേരിക്കയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് അമേരിക്കയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളുമൊക്കെ ഇപ്പോൾ ഈ ബൈഡനെതിരെ ശക്തിമത്തായിട്ടുള്ള രംഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലും യഥാർത്ഥത്തിൽ ഈ കിളവൻ ഈ ബൈഡൻ യാതൊരു റോളും എടുക്കുന്നില്ല. മാത്രമല്ല പത്രമാധ്യമങ്ങൾ ഇയാളോട് ചോദ്യം പോലും ചോദിക്കുന്നില്ല എന്നാണ്. മാധ്യമങ്ങളാണ് സാധാരണ രീതിയിൽ ഒരു നേതാവിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് വലിയ വാർത്തയായി കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബൈഡന് അത്തരത്തിലുള്ള മാധ്യമ പ്രാധാന്യം ഒരിക്കലും നൽകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ബൈഡനെ അവഗണിച്ചുകൊണ്ടാണ്. നോക്കണം, എല്ലാവിധ ഡയലോഗുകളിലും ബൈഡനോട് അവർ കാര്യമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും വീണ്ടും വീണ്ടും യുദ്ധത്തിന് പ്രകോപിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അഥവാ നെതന്യാഹുവിൻ്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേലിൽ തനിക്ക് അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും അതോടൊപ്പം തന്നെ യുദ്ധം ബൈഡനാവട്ടെ ഈ ഇസ്രായേലു ഇനി മറ്റേ ലെബനാനെ കൂടെ ആക്രമിച്ചാൽ മാത്രമേ തനിക്ക് രാഷ്ട്രീയ വിജയം ലഭിക്കൂ എന്നുമുള്ള ഒരു മൂഢവിശ്വാസത്തിലാണ്. അവർ രണ്ടുപേരും തങ്ങളുടെ വിജയത്തിന് ഒരാൾ ഭരണം തുടരുന്നതിന് വേണ്ടി മറ്റൊരാൾ അധികാരം നഷ്ടപ്പെടും എന്ന ഭയത്താൽ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു അവസ്ഥയെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയാവട്ടെ ശക്തിമത്തായിട്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോഴും ഇസ്രായേലിനകത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് യാതൊരു നിഷ്ക്രിയാവസ്ഥയുമില്ലാതെ തങ്ങൾക്ക് പരിമിതമായ എല്ലാ അവസ്ഥകളിൽ നിന്നുകൊണ്ട് ഉള്ള ഈ ആക്രമണത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ IDFന്റെ കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം അഥവാ ഗോലാൻ കുന്നിൽ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് 18ഓളം സൈനികർക്ക് പരിക്കും, അതിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കും ഏറ്റു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും സ്വാഭാവികമായിട്ടും പത്തി അടക്കുവാനും സമാധാനത്തിലേക്ക് വരുവാനും തങ്ങളുടെ മുൻഗാമികളൊക്കെ പറഞ്ഞതുപോലെ സമാധാനത്തിലേക്ക് വരിക എന്നത് അടഞ്ഞ അധ്യായമായിട്ടാണ് ഈ ബൈഡനും നെതന്യാഹുവും ഈ പരിഷ്കൃത ലോകത്ത് അപരിഷ്കൃത നാട്യങ്ങളുമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.